ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആരും വിഷമിക്കണ്ട. കുറച്ചു നാളത്തേക്ക് നമ്മളൊരു ട്രിപ്പിന് വന്നെന്ന് കരുതിയാൽ മതി. സാറേ, നിങ്ങൾ കഴിക്കും. ബാഗ് ഞാൻ എടുത്തോളാം. എല്ലാരും വലതുകാലം വെച്ച് തന്നെ കയറ്. നീ എന്തിനാ കരയുന്നേ? എന്റെ ചേച്ചി കാരണമല്ലേ നിങ്ങൾക്കെല്ലാം ഈ അവസ്ഥ വന്നത്? കരയണ്ട, വാ. വാ. എങ്ങനെയുണ്ട് ഇപ്പോൾ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ ആണോ? അല്ല, ഡോക്ടർ എന്ത് പറഞ്ഞു? ഇന്ന് ഡിസ്ചാർജ് ആവുമോ? ശരി, ഓക്കെ. എന്തെങ്കിലും കൊണ്ട് വിളിക്കണേ. ആ, ഓക്കെ. എന്നാ പിന്നെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോയല്ലോ. ആ, പോവാം. ആ, എന്തായാലും വേട്ടാ, അച്ഛനെങ്ങനുണ്ട്? ഞാൻ സന്ധ്യയായിട്ട് സംസാരിച്ചു. പേടിക്കാനൊന്നുമില്ല. PP കൂടിൻ്റെ പ്രശ്നമായിരുന്നു. ഇപ്പോൾ ട്രിപ്പിട്ട് കിടത്തിരിക്കുക. ഇന്നൊരു രാത്രി ഒബ്സർവേഷൻ കിടത്തിയിട്ട് നാളെ രാവിലെ പോരാന്നാണ് സന്ധ്യ പറഞ്ഞത്. എന്നാ പിന്നെ നമുക്കിറങ്ങാം. അല്ല, ഇപ്പം നമ്മൾ അങ്ങോട്ട് ഓടിപ്പാഞ്ഞ് പോകണ്ട. ഇവിടെ ഒന്ന് സെറ്റിലായിട്ട് സാവധാനം പോയാൽ മതി. എന്തായാലും അച്ഛന് വേറൊന്നും പറ്റിയില്ലല്ലോ. എല്ലാം കൈവിട്ടു പോയിട്ടും അച്ഛൻ പിടിച്ചു നിന്നല്ലോ. എന്നാ ഞാനൊരു കാര്യം ചെയ്യാം. ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് വൃന്ദാവനത്തിൽ പോയി കുട്ടികളെയും കൊണ്ടുവന്നാലോ? ആ, അതിനിപ്പോൾ നീ അങ്ങോട്ട് പോകണ്ട. അല്ലെങ്കിൽ തന്നെ അമ്മ അവിടെ ആകെ കരച്ചിലും ബഹളമായിട്ടിരിക്കുക. ഇവിടെ നിന്ന് ആരെങ്കിലും അങ്ങോട്ട് ചെന്നാൽ അവിടെ നെഞ്ചത്തടിയും നിലവിളിയാവും. അവരിങ്ങോട്ട് വരുമ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നോളും. ഒരു കണക്കിന് അത് തന്നെ നല്ലത്. അവര് കുഞ്ഞുങ്ങളെ കൊണ്ട് സാവധാനം വന്നാൽ മതി. ആരുടെയും കരച്ചിൽ കേൾക്കാൻ വയ്യ. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ കരഞ്ഞു പോകുന്ന അവസ്ഥയിലാ ഇവിടെയുള്ള പെണ്ണുങ്ങളെല്ലാം. ആ വന്തികയെ കൊല്ലണം.